നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ഒരു ഡിസംബർ കാലത്തും എന്താണ് കാലാവസ്ഥ ഇങ്ങനെ ആകെ മാറി മറിഞ്ഞു നിൽക്കുന്നത് എന്നാണ് എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി നോക്കുന്നത്. നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇപ്പോൾ കാലാവസ്ഥയെല്ലാം തന്നെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ആദ്യമൊക്കെ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ശക്തമായ മഴ ലഭിക്കുമായിരുന്നു. പിന്നീട് അത് ഓഗസ്റ്റിലോട്ടും സെപ്റ്റംബറിലോട്ടും കടന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം കണ്ട ഒരു പ്രതിഭാസമാണ് ഡിസംബർ ആയിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും ഇടത്തരവും അതുപോലെ തന്നെ അതിശക്തവുമായ മഴ ലഭിക്കുന്നുണ്ടായിരുന്നു. പല ട്രോളുകളും നമ്മൾ സോഷ്യൽ മീഡിയ പേജുകളെല്ലാം തുറക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നു. ഇത് ഡിസംബർ മാസമാണ്, ഈ മഴ ഇത് അറിഞ്ഞില്ല തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ ട്രോളുകൾ ഉയരുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ്, ആ സംശയം തന്നെയാണ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത്. എന്താണ് ഈ ഒരു ഡിസംബർ മാസമായിട്ടും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊരു തണുപ്പ് കാലമല്ലേ? സാധാരണ നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണ് ഒരു കാലാവസ്ഥ വരുന്നത്. പക്ഷേ ഡിസംബർ ആയിട്ടും നവംബർ പകുതിയോട് കൂടിയിട്ടും അവസാനമൊക്കെ ആയിട്ടും പലയിടങ്ങളിലും മഴ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇന്നത്തെ ഒരു മുന്നറിയിപ്പ് പ്രകാരം കുറച്ച് ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ്. ഇന്നു മുതൽ അടുത്ത 4 ദിവസത്തേക്കാണ്. ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് ഇന്ന് നൽകിയിട്ടില്ല. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നിരുന്നാലും അലേർട്ടുകളൊന്നും നൽകിയിട്ടില്ല. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ചെറിയ തോതിൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അലേർട്ടില്ല. കേരളത്തിലെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇത്തരത്തിൽ ഇടത്തര മഴയ്ക്കും തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലും നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും അവസാനമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് തെക്കൻ അറബിക്കടൽ, അതിനോട് ചേർന്ന ഭൂമധ്യരേഖയോട് ചേർന്ന ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് നാളെയും തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തമിഴ്നാട് തീരം, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം, ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 20-12-2024 21-12-2024 ആന്ധ്രാപ്രദേശ് തീരം, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഈ മേൽപ്പറഞ്ഞ തീയതികളിലൊക്കെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. മുന്നറിയിപ്പുള്ള സമുദ്ര മേഖലകളുടെ വ്യക്തതയ്ക്കായി ഇതിനോടൊപ്പം ഭൂപടം അടക്കം പരിശോധിക്കുക, അതൊക്കെ നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പിൽ. ഏതായാലും ഈ മാറി മറിയുന്ന കാലാവസ്ഥ, അതിനോടൊപ്പം തന്നെ എന്തായിരിക്കും അടുത്ത സമയത്തിനുള്ളിൽ പ്രവചിക്കാൻ സാധിക്കുക എന്നുള്ളത് ഉറപ്പില്ല. എന്നിരുന്നാലും ഇന്ന് തൽക്കാലത്തേക്ക് അലേർട്ടുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. എന്നിരുന്നാലും ചില ഭാഗങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്.